അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 4 ആണ്. +1 അനിമൽ കിങ്ഡം. ഒരു നല്ല വാസ്റ്റ് ചാപ്റ്റർ ആണ്, ഭയങ്കര പാടാണ് പഠിക്കാൻ. ബട്ട് ചില കീ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിൽ കുറേ ഡിസ്ക്രിപ്ഷൻ വെറുതെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പം ഇതിൽ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നും പറഞ്ഞുണ്ട്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആകെ പഠിക്കാനുള്ളത് അറേഞ്ച്മെന്റ് ഓഫ് സെൽ, ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലോം, പാറ്റേൺ ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ അതത്രയാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പം ഈ 5 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കണം. അറേഞ്ച്മെന്റ് ഓഫ് സെൽ, ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലോം, പാറ്റേൺ ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അടുത്തത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പല ലെവൽസ് ആണ് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നതിലുള്ളത്. അതായത് സെല്ലുലാർ ഉണ്ട്, ടിഷ്യൂ ലെവൽ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അതൊക്കെ എങ്ങനെയാ? സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവുന്നു, ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗൻ ആവുന്നു, ഓർഗൻ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു, ഓർഗൻ സിസ്റ്റം കൂടി ചേർന്നാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പം സെല്ലുകൾ കൂടി ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ലെവൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുകൾ ലൂസ് അഗ്രിഗേറ്റ്സ് ആയിട്ട് ഫോം ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഓർഗാനിസത്തിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് കൂടി ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നതിനെയാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് ചോദിക്കുന്നത്. ഇതൊന്നും എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നൊന്നും ചോദിക്കാറില്ല. ചോദിക്കുന്നത് നമ്മൾ ഇനി കുറച്ച് ഫൈലങ്ങൾ പഠിക്കാറുണ്ട്. അനിമൽ കിങ്ഡത്തിലെ കുറച്ച് 11ഓളം ഫൈലം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫൈലത്തിലാണ് ഓരോ ഫൈലവും നമ്മൾ എടുക്കുമ്പം അത് ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് പഠിക്കണം. അത്രേ ചോദിക്കാറുള്ളൂ. അടുത്തത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗൻസ് കൂടി ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നതിനെയാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന പാരഗ്രാഫിൽ ഓരോ ലെവലും കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ പഠിക്കേണ്ട, കാരണം നമുക്കത് ഡൗട്ടായി മാറാറുണ്ട്. അതുകൊണ്ട് ഓരോ ഫൈലവും എടുത്തിട്ട് നമ്മൾ എന്താണ്, ഏത് ഫൈലത്തിലാണ്, ഏത് ലെവൽ എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം അത് വേണ്ട. ഇപ്പം എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു, സെല്ലുലാർ ലെവലുണ്ട്, സെല്ലുകൾ കൂടി ചേർന്ന്, ടിഷ്യൂ ലെവലുണ്ട്, ടിഷ്യൂകൾ കൂടി ചേർന്ന്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ കൂടി ചേർന്ന്, ആൻഡ് അടുത്തതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഗൻ സിസ്റ്റം കൂടി ചേർന്ന് ഉണ്ടാകുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് ഇതിൽ പഠിക്കാനുള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ആദ്യം നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, എങ്ങനെയാണ് നമ്മൾ ഒരു ഓർഗാനിസത്തെ തരംതിരിക്കുന്നതെന്ന് നമ്മൾ ക്ലാസിഫിക്കേഷന്റെ കാര്യം പഠിച്ചു. അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനിയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് എന്താണ്? 2 ടൈപ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, 2 തരത്തിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളത്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. നമ്മൾ മനുഷ്യർക്കൊക്കെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, ബട്ട് ചില ഓർഗാനിസത്തിനൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് the mouth and anus, they have only a single opening which serves as both mouth and anus. മൗത്തും ഏനസുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സിംഗിൾ ഓപ്പണിങ്ങേ കാണത്തുള്ളൂ. അതിലൂടെ ആയിരിക്കും ഫുഡിന്റെ ഇൻടേക്കും അതേപോലെ തന്നെ വേസ്റ്റ് പാർട്ടിക്കിൾസിന്റെ പുറന്തള്ളുന്നതും ഒരേ ഒരു സിംഗിൾ ഓപ്പണിംഗ് വരുന്നതാണ് ഇൻകംപ്ലീറ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ മനുഷ്യർക്കൊക്കെ ഉള്ളതാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹാസ് 2 ഓപ്പണിംഗ് വിച്ച് സെർവ്സ് മൗത്ത് ആൻഡ് ഏനസ്. അപ്പോൾ ഒരു ഓപ്പണിംഗ് മൗത്ത് ആയിട്ടും, അതായത് ഫുഡിനെ ഇൻടേക്ക് ചെയ്യാനും, വേറൊരു ഓപ്പണിംഗ് ഏനസ് ആയിട്ട്, അതായത് വേസ്റ്റിനെ പുറന്തള്ളാനും വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി.
മനുഷ്യർക്കൊക്കെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. രണ്ട് ഓപ്പണിങ്ങിലൂടെ പല കാര്യമാണ് നടക്കുന്നത്. അതായത് ഫുഡിന്റെ ഇൻടേക്കും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് പാർട്ടിക്കിൾസിന്റെ റിജക്ഷൻ അല്ലെങ്കിൽ എജക്ഷനും നടക്കാറുണ്ട്. അടുത്തതാണ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റവും രണ്ട് തരത്തിലാണുള്ളത്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും ഉണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു പാറ്റ അല്ലെങ്കിൽ കോക്രോച്ചിനെ എടുത്താൽ മതി. കോക്രോച്ചിനെ എടുത്ത് നമ്മളൊന്ന് ചവിട്ടുകയോ അതിനൊന്ന് കൊല്ലുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വൈറ്റ് ഫ്ലൂയിഡാണ് വരുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിന് വെയിൻസോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതിനെ കൊല്ലുമ്പോൾ തന്നെ ഒരു വൈറ്റ് പാർട്ടിക്കിൾ നമ്മൾക്ക് പുറത്തേക്ക് വരും. അതാണ് ഓപ്പൺ ടൈപ്പ്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത് ഇൻ ഇറ്റ്. ടിഷ്യൂസ് എല്ലാം അതിൽ ഡയറക്റ്റ് ആയിട്ട് മുങ്ങിക്കിടക്കുകയാണ് ആ ഫ്ലൂയിഡിൽ. പക്ഷെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യമാണ്, മനുഷ്യരുടെ കാര്യമാണ്. മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ക്ലോസ്ഡ് ടൈപ്പാണ്. അതെന്ന് പറയുമ്പോൾ ബ്ലഡ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന ഓരോ സീരീസ് ഓഫ് വെസൽസ് ഉണ്ട്. നമുക്ക് ഓരോ വെസലുകളിലൂടെയാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഓഫ് വേരിയിങ് ഡയമീറ്റർ. ആർട്ടറീസ് ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. വെയിൻസിലും ആർട്ടറീസിലും കാപ്പിലറീസിലൂടെ ഒക്കെയാണ് ഒരു ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ ടിഷ്യൂസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ബാത്ത് ചെയ്ത് കിടക്കും. നമ്മൾ വെയിൻ ഒന്നും അവിടെ കാണാറില്ല, അല്ലാതെ വെസൽസ് ഒന്നും അവിടെ കാണാറില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ഡൈജസ്റ്റീവ് സിസ്റ്റവും കഴിഞ്ഞു, ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റവും കഴിഞ്ഞു. ഇനി അടുത്തതാണ് സിമട്രി. സിമട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ രൂപഘടന, അതാണ് സിമട്രി. എങ്ങനെയാണ് ആ ഓർഗാനിസം ഇരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമട്രി. അപ്പോൾ സിമട്രിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് 3 തരത്തിലുള്ള സിമട്രിയാണ്. അസിമെട്രിക്കൽ ഓർഗാനിസം, സിമട്രി ഇല്ലാത്തവർ. റേഡിയൽ സിമട്രി, അതിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. റേഡിയൽ സിമട്രി ആൻഡ് ബൈലാറ്ററൽ സിമട്രി. അസിമെട്രിക്കൽ ഓർഗാനിസം. അസിമെട്രിക്കൽ എന്ന് പറയുമ്പം കൂടി ചേരുമ്പോൾ, ഒരു സിമട്രിയുടെ അല്ലെങ്കിൽ ഏതൊരു സാധനത്തിന്റെയും കൂടെ ഫ്രണ്ടിൽ കൂടി വരുമ്പോൾ അത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ സിമട്രി ഇല്ലാത്ത ഓർഗാനിസംസ് ഏതൊരു പ്ലെയിനിൽ കൂടെ പാസ് ചെയ്താലും നമുക്ക് ഒരേപോലെ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇത് കിട്ടാറില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റിലായാലോ ഏതെങ്കിലും ഒരു സെന്ററിലൂടെ പാസ് ചെയ്താലോ നമുക്ക് ഈക്വൽ പാർട്ടിക്കിൾസ് കിട്ടാറില്ല, ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടാറില്ല. അതിനെയാണ് അസിമെട്രിക്കൽ ഓർഗാനിസം എന്ന് പറയുക. ബാക്കി അടുത്തതാണ് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പം ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ചോണം. അതായത് ഒരു സിംഗിൾ ഒരു സെന്ററിലൂടെ നമ്മളൊരു ലൈൻ പാസ് ചെയ്ത് അതിലൂടെ എങ്ങനെ ലൈൻ പോയാലും നമുക്ക് ഈക്വൽ പാർട്ടിക്കിൾസ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു സെന്റർ പാർട്ടിലൂടെ നമ്മളൊരു ലൈൻ അല്ലെങ്കിൽ ഡ്രോ ചെയ്യുമ്പോൾ when any plane passes through the central axis of the body, divides the organism into 2 identical halves. ഐഡന്റിക്കൽ ഹാഫ്സ് ആയിട്ട് 2 എന്നൊന്നും അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഐഡന്റിക്കൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി ത്രൂ എ സെൻട്രൽ ആക്സിസ്, അതായത് ഒരു പ്ലെയിനിലൂടെ. അടുത്തതാണ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചാൽ മതി. അടുത്തതാണ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഒരു ഞണ്ടിനെ ഓർത്താൽ മതി. നമ്മൾ അതിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈക്വൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ടിക്കിൾസ് കിട്ടും. അപ്പൊ രണ്ട് സ്ഥലത്തും ഈക്വൽ ആയിട്ട് കിട്ടാറുണ്ട്. ബട്ട് നമ്മൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ ഒരു ലൈനിലൂടെ നമ്മൾ നടുക്കൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പാർട്സ് കിട്ടണം. പക്ഷെ റേഡിയൽ സിമെട്രിയിൽ എന്താണ്? റേഡിയൽ സിമെട്രിയിൽ നമ്മൾ ഇതൊരു സെൻട്രൽ ആക്സിസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിലൂടെ എത്ര ലൈൻസ് വരച്ചാലും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടാറുണ്ട്. അതിനെയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഇതും എന്താണ് റേഡിയൽ സിമെട്രി, എന്താണ് ബൈലാറ്ററൽ സിമെട്രി എന്നൊന്നും ചോദിക്കാറില്ല. ഏതൊക്കെ തരം സിമെട്രികളാണോ ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ എക്സാമ്പിളുകളും ചോദിക്കാറുണ്ട്. അടുത്തതാണ് സീലോം, അല്ലെങ്കിൽ സീലോം അല്ല, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്.
Animals in which the cell are arranged in two embryonic layers, an external ectoderm and an internal endoderm, are called diploblastic animals. ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുമ്പം നമ്മൾ ഒരു ഓർഗാനിസത്തിനെ എടുത്ത് അതിൻ്റെ സെല്ലിൻ്റെ ലെയേഴ്സിൽ എത്ര ലെയർ ഉണ്ട്, അതായത് എക്സ്റ്റേണൽ എക്ടോഡേമും ഇന്റേണൽ എൻഡോഡേമുമായിട്ട് അതിൻ്റെ എംബ്രിയോണിക് ലെയേഴ്സ് കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. അതായത് രണ്ട് ലെയേഴ്സേ കാണാറുള്ളൂ, എക്സ്റ്റേണൽ എക്ടോഡേം ആൻഡ് ഇന്റേണൽ എൻഡോഡേം. പക്ഷേ ഒരു ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് 3 ലെയേഴ്സ് ആണ് കാണപ്പെടാറുള്ളത്. അതായത് ഒരു എക്സ്റ്റേണൽ എക്ടോഡേം കാണും, ഇന്റേണൽ എൻഡോഡേം കാണും, പിന്നെ നടുക്കത്തെ ഭാഗത്തെ ഒരു പ്രത്യേക ലെയർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് മീസോഡേം. ഓക്കെ, ഇതാണ് മീസോഡേം. Okay. Those animals in which the developing embryo has a third germinal mesoderm in between the ectoderm and endoderm are called triploblastic animals. Okay. രണ്ട് എക്സ്റ്റേണൽ എക്ടോഡേമിന്റെയും ഇന്റേണൽ എൻഡോഡേമിന്റെയും ഇടയ്ക്ക് ഒരു ലെയറും കൂടെ, ഒരു തേർഡ് ജെർമിനൽ ലെയറും കൂടെ കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. അങ്ങനത്തെ ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽ. അതായത് 3 ലെയേഴ്സ് കാണപ്പെടാറുണ്ട്. അതാണ് സെൽ അറേഞ്ച്മെന്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. അടുത്തതാണ് സീലോം. സീലോം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓരോ ലെയറിന്റെയും ഇടയ്ക്ക് ക്യാവിറ്റി ഉണ്ടോ ഇല്ലയോ, ഒരു സ്പേസ് ഉണ്ടോ സ്പേസ് ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ സീലോം എന്ന് പറയാറ്. അപ്പോൾ സീലോം എന്ന് പഠിക്കുന്നതിൽ നമ്മൾ പഠിക്കുന്നതാണ് 3 സീലോമാണ് പഠിക്കാറുള്ളത്. എ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുന്നിൽ വന്നാൽ അത് സീലോം അല്ലെങ്കിൽ സിമട്രി അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നാണ് പറയാറ്. സീലോമേറ്റിന്റെ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. സീലോമേറ്റ് ഓർഗാനിസം, സീലോം ഉള്ളവരെ പറ്റി പഠിക്കാറുണ്ട്. സീഡോ സീലോമേറ്റ്, സീഡോ എന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നാണ്. അതായത് സീലോം ഇല്ലെന്നുമല്ല സീലോം ഉണ്ടെന്നുമല്ല, ഒരു ഇടയ്ക്ക് നിൽക്കുന്നതിനെയാണ് നമ്മൾ സീഡോ സീലോമേറ്റ് അല്ലെങ്കിൽ ഫാൾസ് സീലോം എന്ന് വിളിക്കാറ്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പഠിക്കാം. അപ്പം ദ ബോഡി ക്യാവിറ്റി വിച്ച് ഇസ് ലൈൻഡ് ബൈ മീസോഡേം ഈസ് കാൾഡ് സീലോം. മീസോഡേം നമ്മൾ പറഞ്ഞ ഒരു തേർഡ് ജെർമിനൽ ലെയർ ആണ്. ആ ജെർമിനൽ ലെയറുമായിട്ട് ലൈൻ ചെയ്തിരിക്കുന്ന ക്യാവിറ്റി, ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സീലോം. അപ്പം ഇതെന്താണ്? ഇതൊരു ക്യാവിറ്റിയാണ്. അതെ, ഈ ഭാഗം ഒരു ക്യാവിറ്റിയാണ്, ഇത് ഒരു ക്യാവിറ്റിയാണ്, ഇതൊക്കെ ഒരു ക്യാവിറ്റിയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ക്യാവിറ്റി ഇല്ല. അപ്പോൾ അനിമൽസ് പൊസസിങ് സീലോം, സീലോം ഉള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? അനിമൽസ് പൊസസിങ് സീലോം ആർ കാൾഡ് സീലോമേറ്റ് അനിമൽസ്. സീലോം ഉള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ്. അപ്പോൾ അതില് നമുക്ക് ആദ്യത്തത് ഇത് സീലോമേറ്റിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. സീലോം ഉള്ളവർ നോക്കിക്കേ, ഇവിടെയൊക്കെ എന്താണുള്ളത്? ഇവിടെയൊക്കെ നമുക്ക് ഒരു ബോഡി ക്യാവിറ്റി കാണപ്പെടാൻ ഉണ്ട്. ഒരു വെള്ള സ്ഥലം നമ്മൾ കണ്ടല്ലോ, അതാണ് ബോഡി ക്യാവിറ്റി. അപ്പോൾ ആ ബോഡി ക്യാവിറ്റി ഉള്ളവരെയാണ് നമ്മൾ സീലോമേറ്റ് ഓർഗാനിസം എന്ന് പറയുന്നത്. അടുത്തത് സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സച്ച് എ ബോഡി ക്യാവിറ്റി ഈസ് കോൾഡ് സ്യൂഡോ സീലോം. അതായത് ദ മീസോഡേം ഈസ് പ്രസന്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് ഇൻഡോഡേം. എക്ടോഡേമിന്റെയും ഇൻഡോഡേമിന്റെയും ഇടയ്ക്ക് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട്, ഇതൊക്കെ ഒരു സ്കാറ്റേർഡ് പൗച്ച്, ഓരോ പൗച്ചുകളായിട്ടല്ലേ കിടക്കുന്നത്. മൊത്തത്തിൽ അതൊരു ക്യാവിറ്റിയും അല്ല, ക്യാവിറ്റി അല്ലാതെ കിടക്കുകയും അല്ലാതെ ഒരു സ്കാറ്റേർഡ് പൗച്ചായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോ സീലോം, അതായത് ഒരു ഫോൾസ് സീലോം. അങ്ങനെയുള്ള ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സീലോമേറ്റ്സ്. ഇനി അടുത്തതാണ് എ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സീലോം ഇല്ല, ബോഡി ക്യാവിറ്റി ഇല്ല. ഇവിടെ ഒരു ബോഡി ക്യാവിറ്റിയും കാണുന്നില്ല, മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എ സീലോമേറ്റ് എന്ന് പറയുന്നത്. അനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ് ആർ കോൾഡ് എ സീലോമിക് അനിമൽസ്. അടുത്തതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ
നമ്മുടെ ബോഡിയെ ഓരോ സെഗ്മെന്റുകളായിട്ട് റിപ്പീറ്റഡ് സെഗ്മെന്റുകളായിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് എർത്ത് വേം. എർത്ത് വേമിൻ്റെ ബോഡിയിലൊക്കെ ഓരോ സെഗ്മെന്റ് ഓരോരോ വരകൾ അതിൻ്റെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. In some animals, the body is externally and internally divided into segments with a serial repetition of at least some organs. ചില ഓർഗനെങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ബോഡി ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. അപ്പം അങ്ങനെ ഒരു സെഗ്മെന്റേഷൻ നമ്മൾ എർത്ത് വേമിനെ കാണുന്ന എർത്ത് വേമിൽ അങ്ങനെ ഒരു സെഗ്മെന്റേഷനെ കാണുന്ന ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ. മെറ്റാമെറിക് സെഗ്മെന്റേഷൻ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം. ആൻഡ് ആ ഓർഗാനിസത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമിയേഴ്സ്. മെറ്റാമിയേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ എർത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിന്റെ ഇത്തിരി കൂടെ നല്ല ഡിസ്ക്രിപ്ഷൻ പഠിക്കണം. അപ്പോൾ സെഗ്മെന്റേഷൻ എന്താണ്? ഓരോ ബോഡിയെയും റിപ്പീറ്റഡ് സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് ലീസ്റ്റ് സം ഓർഗൻസ്, ചില ഓർഗൻസ് എങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ബോഡിയെ എക്സ്റ്റേണലായിട്ടും ഇന്റേണലായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. എർത്ത് വേമാണ് നമ്മളിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എർത്ത് വേമിൽ കാണുന്ന സെഗ്മെന്റേഷനെ വിളിക്കുന്ന ഫിനോമിനന്റെ പേരാണ് മെറ്റാമെറിസം അല്ലെങ്കിൽ മെറ്റാമെറിക് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ്. മെറ്റാമിയേഴ്സ് എന്ന് പറയുന്നത് ആ സെഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമിയേഴ്സ്. അടുത്തതാണ് നോട്ടോകോഡ്. നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നട്ടലുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ നട്ടലിൻ്റെ രൂപത്തിന് സമാനമായ ചില ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് നോട്ടോകോഡ്. നോട്ടോകോഡ് ഈസ് മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ സം ആനിമൽസ്. ചില ആനിമൽസിൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് കാണപ്പെടുന്ന ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീസോഡെർമിനെ പറ്റി പഠിക്കും. അതിൽ നിന്നും ഡെവലപ്പ് ആയിട്ടുള്ള അതിൽ നിന്നും ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ, റോഡിന്റെ രൂപമുള്ള ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്. അതിന്റെ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിന്റെ പിൻഭാഗത്ത് ആണ് ഈ നോട്ടോകോഡ് കാണപ്പെടുന്നത്. അനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോർഡേറ്റ്സ്. നോട്ടോകോഡ് ഉള്ള ഓർഗാനിസത്തിനെ നമ്മൾ കോർഡേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. നോട്ടോകോഡ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ നമ്മൾ നോൺ കോർഡേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പം those animals which do not form this structure are called non-chordates. കോർഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഉള്ളവർ, നോൺ കോർഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് ഇല്ലാത്തവർ. ഇനിയാണ് നമ്മൾ നേരെ ഓരോ ഫൈലങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഫൈലങ്ങൾ എന്ന് പറയുമ്പം അതിനകത്ത് classification of animals. The broad classification of Animalia based on some common fundamental features are mentioned in the preceding section. ഓക്കെ, അപ്പം ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ബോക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അത് കാരണം ഇത്തിരി ഇത് പഠിച്ചു വെച്ചാൽ വളരെ ഈസിയാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഞാൻ അടയാളപ്പെടുത്തി തന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, മാർക്ക് കിട്ടും. അതിൽ നിന്നപ്പുറം വേറൊരു ചോദ്യം അതിൽ നിന്നില്ല. അപ്പം എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ പഠിച്ചു വെക്കുക. കാരണം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ഒന്നും ആരും ചോദിക്കത്തില്ല. ബട്ട് എന്താണ് ഓരോ ഫൈലത്തിലും എന്തൊക്കെയാണ് വരുന്നത്, അതായത് ഒരു പോറിഫെറ എന്ന് പറയുന്ന ഫൈലം അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന ഫൈലം എടുക്കുമ്പോൾ അത് ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, സെല്ലുലാർ ലെവലാണ്, അതിൻ്റെ ബോഡി സിമെട്രി എന്താണ്, അസിമെട്രിക്കൽ ആണ്, അങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടോ ഇല്ലയോ, ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ സർക്കുലേറ്ററി സിസ്റ്റം എന്നൊക്കെയാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ഫൈലങ്ങളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.